നമസ്കാരം, STV മൂവി റിവ്യൂയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പൃഥ്വിരാജ്, ബേസിൽ ജോസഫ്, നിഖില വിമൽ, അനശ്വര രാജൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി വിപിൻ ദാസ് സംവിധാനം ചെയ്ത ചിത്രമാണ് ഗുരുവായൂർ അമ്പലനടയിൽ. ചിത്രത്തിന്റെ പ്രമോഷന്റെ ഭാഗമായുള്ള ഒരു ഇന്റർവ്യൂവിൽ ബേസിൽ ജോസഫ് പറയുന്നുണ്ട്, തെങ്കാശിപ്പട്ടണം, ഗോഡ് ഫാദർ ഒക്കെ പോലെ പ്രേക്ഷകർക്ക് വളരെ രസിച്ച് കാണാൻ സാധിക്കുന്ന ഒരു ചിത്രമായിരിക്കും, അല്ലെങ്കിൽ അത്തരമൊരു നൊസ്റ്റാൾജിക്കിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നൊരു ചിത്രമായിരിക്കും ഗുരുവായൂർ അമ്പലനടയിൽ എന്നാണ്. പക്ഷെ തെങ്കാശിപ്പട്ടണവും ഗോഡ് ഫാദറും ഒക്കെ പോലെ റിപ്പീറ്റ് വാല്യൂ ഉള്ള ചിത്രമാണ് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയാൻ സാധിക്കില്ലെങ്കിലും തീർച്ചയായും തിയേറ്ററിൽ ഒരു തവണ ബോറടിക്കാതെ കാണാൻ സാധിക്കുന്ന ചിത്രം തന്നെയാണ് ഗുരുവായൂർ അമ്പലനടയിൽ. ചിത്രത്തിന്റെ പ്രധാന പ്ലോട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഒരമ്മ പെറ്റ അളിയന്മാരെ പോലെ പരസ്പരം സ്നേഹിച്ചു കഴിയുന്നവരാണ് വിനുവും ആനന്ദനും. ആനന്ദന്റെ അനിയത്തിയുമായുള്ള വിനുവിന്റെ വിവാഹത്തിനായി അവർ രണ്ടുപേരും അവരുടെ ജോലി സ്ഥലത്ത് നിന്ന് നാട്ടിലേക്ക് എത്തുകയും വിവാഹം തന്നെ വേണ്ടെന്ന് കരുതിയിരിക്കുന്ന വിനുവിനെ അതിനായി ഒരുക്കിയെടുക്കുന്ന ആനന്ദൻ തന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ കല്യാണം മുടക്കാൻ ഒരുങ്ങുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളുമാണ് സിനിമ പ്രധാനമായും സംസാരിക്കുന്നത്. ചിത്രത്തിന്റെ ആദ്യ അരമണിക്കൂറിൽ തന്നെ ആനന്ദനായി എത്തുന്ന പൃഥ്വിരാജിന്റെയും വിനുവായി എത്തുന്ന ബേസിലിന്റെയും കഥാപാത്രങ്ങളെ പ്രേക്ഷകരിലേക്ക് കൃത്യമായി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൽ ചിത്രം വിജയിക്കുന്നുണ്ട്. കാരണം ആദ്യ അരമണിക്കൂറിൽ തന്നെ കൃത്യമായി വളരെ ഓർഗാനിക്കായി ആ കഥാപാത്രങ്ങളെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് കൊണ്ടാണ് രണ്ടാം പകുതിയിൽ ഉണ്ടാകുന്ന വിരസത പ്രേക്ഷകർക്കൊരു വളരെ വലിയ രീതിയിൽ അനുഭവപ്പെടാതിരുന്നത്. മുത്തുഗൗ, അന്താക്ഷരി, ജയ് ജയ് ഹേ എന്ന ചിത്രങ്ങൾക്ക് ശേഷം വിപിൻ ദാസ് സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണ് ഗുരുവായൂർ അമ്പലനടയിൽ. ആദ്യ ചിത്രമായ മുത്തുഗൗ തീർത്തും ഒരു പരീക്ഷണ ചിത്രമായിരുന്നു. രണ്ടാമത് വന്ന അന്താക്ഷരി എന്ന ചിത്രവും ഒരു പരീക്ഷണ സ്വഭാവമുള്ള ഒരു ക്രൈം ത്രില്ലർ തന്നെയായിരുന്നു. പക്ഷെ അതിൽ നിന്ന് ജയ് ജയ് ഹേയിലേക്ക് എത്തുമ്പോൾ അത് തീർത്തും ഒരു എന്റർടൈനർ നിറഞ്ഞ ഒരു വലിയ സൂപ്പർ ഹിറ്റായ ചിത്രവും കൂടിയായിരുന്നു. ജയ് ജയ് ഹേയുടെ ഒരു ചുവട് പിടിച്ചുകൊണ്ടൊരു എന്റർടൈൻമെന്റ് സ്വഭാവത്തിൽ കഥ പറയാനാണ് വിപിൻ ദാസ് ഈ ചിത്രത്തിലും ശ്രമിച്ചിരിക്കുന്നത്. കുഞ്ഞിരാമായണം, പത്മിനി, പേർലൂർ പ്രീമിയർ ലീഗ് എന്ന വെബ് സീരീസിന് ശേഷം ദീപു തിരക്കഥ എഴുതിയ ചിത്രം കൂടിയാണ് ഗുരുവായൂർ അമ്പലനടയിൽ. ദീപുവിന്റെ മറ്റ് ചിത്രങ്ങൾ പോലെ തന്നെ ഒരു കാരിക്കേച്ചർ സ്വഭാവമുള്ള കഥാപാത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന എഴുത്ത് രീതി തന്നെയാണ് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രത്തിലും ദീപു പ്രധാനമായും ഫോളോ ചെയ്തിരിക്കുന്നത്. ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രവും അതിന്റെ പ്രമേയവും അനൗൺസ് ചെയ്യുമ്പോൾ അതിലെ ഏറ്റവും വലിയ കൗതുകം പൃഥ്വിരാജ് എന്ന നടൻ അതിലെ ഹാസ്യ രൂപമുള്ള കഥാപാത്രത്തെ എങ്ങനെ അവതരിപ്പിക്കുമെന്നത് തന്നെയായിരുന്നു. എന്നാൽ സകല മുൻധാരണകളെയും തിരുത്തിക്കൊണ്ട് പൃഥ്വിരാജ് എന്ന നടന്റെ വൺമാൻ ഷോ തന്നെയായിരുന്നു ചിത്രത്തിലെ പല സീനുകളിലും. ചിത്രത്തിലെ ആദ്യം തൊട്ട് അവസാനം വരെ പൃഥ്വിരാജ് എന്ന നടന്റെ എനർജറ്റിക് ആയ പെർഫോമൻസ് തന്നെയാണ് ചിത്രത്തിന്റെ നട്ടെൽ എന്ന് പറയുന്നതും. ഈ ചിത്രത്തിന്റെ സംവിധായകനായ വിപിൻ ദാസ്, തിരക്കഥാകൃത്തായ ദീപു പ്രദീപ്, ഇതിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ബേസിൽ ജോസഫ് എന്നിവരെ സംബന്ധിച്ച് അവരുടെ കംഫർട്ട് സോണിൽ നിൽക്കുന്ന, അവർ മുൻപൊക്കെ ചെയ്തിട്ടുള്ള തരത്തിലുള്ള കഥാപാത്രം തന്നെയാണ്, അല്ലെങ്കിൽ അവരുടെ കംഫർട്ട് സോണിൽ നിൽക്കുന്ന ഒരു സിനിമ തന്നെയാണ് ഗുരുവായൂർ അമ്പലനടയിൽ. എന്നാൽ പൃഥ്വിരാജ് എന്ന നടനെ സംബന്ധിച്ച് ഇതിനു മുൻപ് ചെയ്ത ആടുജീവിതം എന്ന ചിത്രത്തിൽ നിന്ന് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രത്തിലേക്ക് വരുമ്പോൾ തീർത്തും അതിൽ നിന്നും വിഭിന്നമായൊരു കഥാപാത്രത്തെയാണ് അദ്ദേഹം വളരെ മികച്ചതായി മാറ്റിയിരിക്കുന്നത്. ഈ ചിത്രത്തിലെ ഏറ്റവും വലിയ പോരായ്മയായി തോന്നിയത് സ്ത്രീ കഥാപാത്രങ്ങളെ പരിഗണിച്ച രീതിയിലായിരുന്നു. ഈ ചിത്രത്തിലെ 2 സ്ത്രീ കഥാപാത്രങ്ങൾക്കും തിരക്കഥ വേണ്ടത്ര പ്രാധാന്യം നൽകിയില്ല എന്ന് തന്നെ തോന്നി. കുറച്ചുകൂടി നന്നായി 2 സ്ത്രീ കഥാപാത്രങ്ങളെയും എഴുതാമായിരുന്നു എന്നാണ് ചിത്രം കണ്ടപ്പോൾ തോന്നിയത്. ഗംഭീരമായ ആദ്യ പകുതിക്ക് ശേഷം രണ്ടാം പകുതിയിൽ എത്തുമ്പോൾ ചിത്രത്തിന്റെ പേസിന് അതുവരെ ഉള്ളതിൽ നിന്ന് അല്പം ഇടിവ് സംഭവിക്കുന്നുണ്ട്. PT കുഞ്ഞികൃഷ്ണൻ, രേഖ, ഇർഷാദ്, ബൈജു സന്തോഷ്, യോഗി ബാബു തുടങ്ങിയ വൻ താരനിര തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. എല്ലാ കഥാപാത്രങ്ങളും ഗുരുവായൂർ അമ്പലനടയിൽ ഒന്നിക്കുന്നിടത്താണ് ചിത്രം അവസാനിക്കുന്നത്. ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി തോന്നിയത് ഗുരുവായൂർ അമ്പലം സെറ്റിട്ടത് തന്നെയാണ്. കാരണം അവസാനത്തെ ഒരു സീനുകളിൽ പോലും ഇതൊരു സെറ്റിട്ടാണെന്ന് തോന്നാതെ അമ്പലമായിട്ട് തന്നെ അതിന്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ചിത്രത്തിന്റെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ ഗോഡ് ഫാദർ സിനിമയെ അനുസ്മരിപ്പിക്കുന്ന ചില രംഗങ്ങൾ കല്ലുകടിയാവുന്നുമുണ്ട്. ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രത്തെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കോമഡിയും റൊമാൻസും മാസും ആക്ഷനും അകമ്പടിയായി അഴകിയ ലൈല പാട്ടും നന്ദനം റെഫറൻസും ഒക്കെയായി 2.25 മണിക്കൂർ തിയേറ്ററിൽ കുടുംബത്തോടൊപ്പം ആസ്വദിച്ച് കാണാവുന്ന ചിത്രം തന്നെയാണ് ഗുരുവായൂർ അമ്പലനടയിൽ.